നമസ്കാരം. പ്രധാന വാർത്തകൾ. അയൽവാസി കമ്പിവടി കൊണ്ട് തലക്കടിച്ചു. BJP സ്ഥാനാർത്ഥിയുടെ സഹോദരന് ദാരുണാന്ത്യം. തൃശൂർ വടൂക്കര സ്വദേശി 54-കാരൻ സന്തോഷാണ് മരിച്ചത്. കോൾപ്പാടത്തെ അതിർത്തി തർക്കത്തിനിടെ അയൽവാസി ഗണേഷ് കമ്പിവടി കൊണ്ട് തലക്കടിക്കുകയായിരുന്നു. BJP സ്ഥാനാർത്ഥി സദാനന്ദൻ വാഴപ്പുള്ളിയുടെ സഹോദരനാണ് മരിച്ച സന്തോഷ്. മകൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ 17-കാരനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ച പിതാവിനെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമമെന്ന് പരാതി. പോക്സോ കേസിലെ പ്രതിയുടെ പരാതിയിൽ പെൺകുട്ടിയുടെ പിതാവിനെതിരെ കേസെടുത്തത് വിവാദമാകുന്നു. പോക്സോ കേസ് ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ് കൊച്ചി കടവന്ത്ര പോലീസ് നടത്തുന്നതെന്നാണ് ആരോപണം. എറണാകുളം കടവന്ത്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റെസിഡൻഷ്യൽ ഏരിയയിൽ ഇക്കഴിഞ്ഞ ഒക്ടോബർ 25 വൈകിട്ട് 4:30-യോടെയാണ് നടുറോഡിൽ 9 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായത്. സൈക്കിൾ ചവിട്ടാനിറങ്ങിയ പെൺകുട്ടിക്ക് നേരെ 17-കാരൻ നടത്തിയ ലൈംഗിക അതിക്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകളുണ്ട്. അക്രമം നടത്തിയ ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിയെ കുട്ടിയുടെ പിതാവ് പിന്തുടർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ കേസ് ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രാദേശിക CPM നേതാക്കളടക്കം സമീപിച്ചെങ്കിലും വഴങ്ങിയില്ലെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. പ്രതിയായ 17-കാരനെതിരെ പോക്സോ കേസ് ചുമത്തിയെങ്കിലും പ്രതിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് ആദ്യം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നാലെ ജാമ്യം നേടി പുറത്തിറങ്ങുകയും ചെയ്തു. ജാമ്യം കിട്ടിയതിന് പിന്നാലെ പ്രതിയായ 17-കാരൻ പെൺകുട്ടിയുടെ പിതാവ് മർദ്ദിച്ചെന്ന പരാതിയുമായി പോലീസിനെ സമീപിച്ചു. 17-കാരന്റെ പരാതി ആയതിനാലാണ് അതിജീവിതയായ പെൺകുട്ടിയുടെ അച്ഛനെതിരെ കേസെടുക്കേണ്ടി വന്നതെന്നാണ് കടവന്ത്ര പോലീസിന്റെ വിശദീകരണം. സംഭവത്തിൽ പെൺകുട്ടിയുടെ കുടുംബം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. തിരുവനന്തപുരത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. ആറ്റരികത്ത് വീട്ടിൽ 20-കാരൻ രോഷിതാണ് പോക്സോ കേസിൽ പിടിയിലായത്. ഇന്നലെയാണ് കഴക്കൂട്ടം പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സ്കൂളിലേക്ക് പോകുമ്പോൾ മുൻപരിചയമുള്ള +1 വിദ്യാർത്ഥിനിയെ ലിഫ്റ്റ് വാഗ്ദാനം ചെയ്ത് കാറിൽ കയറ്റിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് പ്രതി പീഡിപ്പിക്കുകയായിരുന്നു. വണ്ടിയിൽ പെൺകുട്ടിയെ ബലം പ്രയോഗിച്ച് കയറ്റുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം. സ്കൂളിലെത്തിയ പെൺകുട്ടി അധ്യാപകരോട് വിവരം പറയുകയും അധ്യാപകർ കഴക്കൂട്ടം പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. വീട്ടമ്മയെ ജോലി വാഗ്ദാനം ചെയ്ത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക അതിക്രമം നടത്തിയ വയോധികൻ അറസ്റ്റിൽ. തൃത്തല്ലൂർ ഇയാനി കോറത്ത് വീട്ടിൽ സന്തോഷാണ് അറസ്റ്റിലായത്. 2021 ഏപ്രിൽ 8-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ജോലി ശരിയാക്കിയിട്ടുണ്ടെന്ന് വാഗ്ദാനം ചെയ്ത് സ്ത്രീയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു. സന്തോഷ് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പൊതുമുതൽ നശിപ്പിച്ച കേസിലും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ കേസിലും ഗതാഗത തടസ്സം സൃഷ്ടിച്ച് പൊതുനിരത്തിലൂടെ ജാഥ നടത്തിയ കേസിലും അടക്കം 3 ക്രിമിനൽ കേസിൽ പ്രതിയാണ്. ചികിത്സയ്ക്കെത്തിയ 15-കാരനെ അടച്ചിട്ട മുറിയിലേക്ക് കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച ക്ലിനിക്ക് നടത്തിപ്പുകാരൻ അറസ്റ്റിൽ. മലപ്പുറം മണ്ണാർക്കാട് പയ്യനടം പള്ളിക്കുന്ന് ചോലമുഖത്ത് മുഹമ്മദ് റഫീഖാണ് അറസ്റ്റിലായത്. മനോരോഗ ചികിത്സയുടെ മറവിലായിരുന്നു പീഡനം. പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിലുള്ള ഇയാളുടെ ക്ലിനിക്കിലാണ് സംഭവം നടന്നത്. പ്രതി ചികിത്സ നടത്തുന്ന കെട്ടിടത്തിലെ 1-ാം നിലയിലെ മുറിയിൽ നിന്ന് 2-ാം നിലയിലെ അടച്ചിട്ട മുറിയിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിച്ചതായാണ് പരാതി. പലപ്പോഴായി 5 തവണ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതായാണ് കേസ്. കുട്ടി സുഹൃത്തിനോട് നടത്തിയ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് സംഭവം പുറത്തറിഞ്ഞത്. പാലക്കാട് ചൈൽഡ് ലൈനിൽ വിവരം ലഭിച്ച ശേഷം ഇവരുടെ അറിയിപ്പിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതി അറസ്റ്റ് ചെയ്തത്. വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ലൈംഗികമായി പീഡിപ്പിച്ചു, ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രം നടത്തിച്ചു. കോട്ടയം സ്വദേശിനിയുടെ പരാതിയിൽ ബിസിനസ്സുകാരൻ അറസ്റ്റിൽ. കണ്ണൂർ സ്വദേശിയായ കീഴൂന്നിയിലെ സജിത്താണ് അറസ്റ്റിലായത്. എടക്കാട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അറസ്റ്റിലായത്. 2015-നും 2020-നും ഇടയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. ദുബായിലാണ് പീഡനം നടന്നതെന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. ദുബായിലെ ഉന്നത ഉദ്യോഗസ്ഥയായ 35-കാരിയുമായി സജിത്ത് ബന്ധം സ്ഥാപിക്കുകയായിരുന്നു. സജിത്തിന്റെ കമ്പനിയിൽ യുവതിയെ കൊണ്ട് 16 കോടി രൂപ നിക്ഷേപം നടത്തിക്കുകയും ചെയ്തു. ഇതിനിടെ യുവതി ഗർഭിണിയായി. വിവാഹം കഴിക്കാമെന്ന് യുവതി ആവശ്യപ്പെട്ടെങ്കിലും ഗർഭഛിദ്രം നടത്തണമെന്ന് സജിത്ത് ആവശ്യപ്പെടുകയായിരുന്നു. ഗർഭഛിദ്രം നടത്തിയെങ്കിലും ഇയാൾ വിവാഹം കഴിക്കാൻ തയ്യാറായില്ല. പിന്നീട് ഇയാൾ ദുബായിൽ നിന്ന് കടന്നു കളയുകയും ചെയ്തു. വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചതായും തന്റെ പണം തട്ടിയെടുത്തതായും കാണിച്ച് യുവതി എടക്കാല് പോലീസിൽ പരാതി നൽകി. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.